ഹായ് ഗായ്സ്. തിരുവാതിര ദിവസത്തിൻ്റെ തലേദിവസത്തെ ചടങ്ങുകളെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളത് എന്തൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൽ പോയിരിക്കുക. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കൂടെ എൻ്റെ ടീമിലുള്ളവരാണ്. നമ്മൾ ദീപാരാധന തൊഴുത് കഴിഞ്ഞ് നമ്മളെ താഴെ കാവിലേക്ക് കൊണ്ടുപോകും. തിരുവാതിര കളിക്കുന്ന എല്ലാവരും മാളികപ്പുറങ്ങളാണ്. നമ്മൾ എന്നിട്ട് താഴെ കാവിലേക്ക് ഇങ്ങനെ വരിവരിയായിട്ട് ആർപ്പ് വിളിച്ച് കുറേ പേക്കിട്ട് കൊണ്ടുപോകും. ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നത് കട്ടിക്കയം ശിവപാർവതി ക്ഷേത്രത്തിലാണ്. ഇടുക്കിയിൽ തൊടുപുഴയിൽ ഉടുമ്പന്നൂർ മലയിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലമുള്ളത്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെയാണ് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ 13ാമത്തെ വർഷമാണ്. തുടർച്ചയായിട്ട് എനിക്ക് കളിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ കാവിൽ ചെന്നിട്ട് അവിടെ വിളക്ക് തെളിയിച്ച് ആദ്യം ഗണപതിക്ക് വയ്ക്കും. വർഷത്തിലൊന്നാണ് നമുക്ക് ഈ കാവിൻ്റെ ഉള്ളിൽ കയറി തൊഴാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നത്. അത് ഭയങ്കര പ്രത്യേക ഒരു ഫീലാണ് നമുക്കതിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റുന്നത്. ഗണപതിക്കൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ദീപങ്ങളെല്ലാം തെളിയിച്ച് നമ്മൾ എട്ടങ്ങാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കി വയ്ക്കും. എല്ലാവരോട് ചേർന്നാണ് കാവിന് ചുറ്റും തിരുവാതിര കളിക്കുന്ന എല്ലാ മാളികപ്പുറങ്ങളും ചേർന്നാണ് കാവിന് ചുറ്റും വിളക്ക് തെളിയിക്കുന്നത്. തിരുവാതിര കളിക്കുന്ന എല്ലാവരും ഒരു തിരിയെങ്കിലും തെളിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ടീമും ഉണ്ട്. നമ്മുടെ കൂടെ തന്നെ വേറെയും 2-3 ടീമുകളും കൂടെ ഉണ്ട്. അവരെല്ലാവരും തിരി തെളിയിക്കും. എന്നിട്ട് പിന്നെ ചുവടുവെപ്പാണ്. നമ്മൾ കളിക്കുന്ന തിരുവാതിരയുടെ ഏതെങ്കിലും 1-2 സ്റ്റെപ്പ് നമ്മളന്ന് അവിടെ കാവിൽ ചുവട് വയ്ക്കും. അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകുന്ന ഒരെണ്ണത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പ് ഞങ്ങൾ ചുവട് വെച്ചു. അത് കഴിയുമ്പോൾ നമ്മളെപ്പോലെ തന്നെ എല്ലാ ടീമുകൾക്കും ഇങ്ങനെ ചെയ്യണം. എത്ര ടീമുണ്ടെങ്കിലും അവർ കളിക്കുന്നതിൻ്റെ 1-2 സ്റ്റെപ്പ് ചുവട് വെക്കണം. ഇവരെല്ലാം നമ്മുടെ കൂടെയുള്ള വേറെ ടീമുകളാണ്. എല്ലാവരും നല്ലതായിട്ട് തന്നെ ചെയ്യും കേട്ടോ. എല്ലാവരും നന്നായിട്ട് തിരുവാതിര കളിക്കും. നമുക്കിത് അമ്മമാരുടെ ഒരു ടീമും കൂടെ ഉണ്ട്. നേരത്തെ കുഞ്ഞു കുട്ടികളുടെ ഒരു ടീമുണ്ടായിരുന്നു. ഇത്തവണ അവർക്കില്ല. ചുവടുവെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള പ്രസാദം തരാൻ വേണ്ടിയിട്ട് നേദ്യമായിട്ട് കരിക്കിൻ്റെ വെള്ളവും അത് കഴിഞ്ഞ് പിന്നെ എട്ടങ്ങാടി നമുക്ക് തരുകയും ചെയ്യും. കപ്പ, ചേമ്പ്, ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പഴമൊക്കെ അരിഞ്ഞിട്ട് ഗണപതിക്ക് വെച്ച പ്രസാദവും പിന്നെ ഒരു കടുംപായസവും കൂടെ ചേർത്താണ് നമുക്ക് തരുന്നത്. പിന്നെ അതൊക്കെ നമ്മുടെ അവിടെയുള്ള അമ്പലത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് എല്ലാവരും വിളമ്പ് തന്നു. പിന്നെ നമ്മളതെല്ലാവരും അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ രാത്രി വെട്ടമൊക്കെ തെളിച്ച് പതുക്കെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ.